ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ മറ്റൊരു സബ്ജക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ബയോളജിയാണ് ഞാൻ പഠിപ്പിക്കുന്ന ടോപ്പിക് എന്ന്. ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. എന്താണ് സെൻസേഷൻ ആൻഡ് റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ, ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോണ്ട് ഓർഗാനിസം ഈസ് കോൾഡ് സ്റ്റിമുൽ. ജീവികളിൽ പ്രതികരണങ്ങൾ ഉളവാക്കുന്ന പ്രേരണകളെയാണ് ഉദ്ദീപനം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഇത് ദ ഔട്ടർ ഇമേജ് സറൗണ്ടിങ്സ്, പുറത്തുനിന്ന് മാത്രമല്ല അകത്തുനിന്നും ചില ഉദ്ദീപനങ്ങൾ സ്റ്റിമുൽസ് ഉണ്ട്. തെസ്റ്റ് ആൻഡ് ഹങ്കർ, വിശപ്പും ദാഹവും. ദർ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ്, സെൻസ് ഓർഗൻ, അതർ പാർട്ട് ഓഫ് ദ ബോഡി ഈസ് സ്റ്റിമുൽ. ദിസ് ഇവോക്ക് ഈസ് നോൺ ആസ് എ ദി റെസ്പെക്റ്റേഴ്സ് എന്ന്. ന്യൂറോൺ ഓർ nerve cells is a basic structure unit of a nervous system. Like other cells, the neuron has a cell membrane, cytoplasm and nucleus. ഈ നാഡീകോശങ്ങളുടെ, അതായത് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോണുകൾ. മറ്റെല്ലാ കോശങ്ങളെ പോലെ നാഡീകോശത്തിന് കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട്. വാട്ട് ആർ ദ പാർട്ട് ഓഫ് ദ ന്യൂറോൺ? ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് സ്നോബ് ആൻഡ് ഷോൺ സെൽസ്. ഡെൻഡ്രൈറ്റ്, branch of dendron, part that receive impulse from the adjacent neuron. ഡെൻഡ്രോണിൻ്റെ ശാഖ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. ഡെൻഡ്രോൺ, ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി, ക്യാരീസ് ഇംപ്ലസ് ഫ്രം ദി ഡെൻഡ്രൈറ്റ് ടു ദി സെൽ ബോഡി. കോശത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗം ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങൾ കോശത്തിൽ എത്തിക്കുന്നു. സിനാപ്റ്റിക് സ്നോബ്, ടിപ്പ് ഓഫ് ആക്സോൺ, സക്രിയേറ്റ് ദ ന്യൂറോൺ ട്രാൻസ്മീറ്റർ. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം നാഡീപ്രേഷങ്ങളെ സ്രവിക്കുന്നു. ഷോൺ സെൽസ് എൻസർക്കിൾ ദി ആക്സോൺ, ആക്സോണിനെ വലയം ചെയ്യുന്നു. ആക്സോൺ, ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദി സെൽ ബോഡി, ക്യാരീസ് ഇംപ്ലസ് ഫ്രം ദി സെൽ ബോഡി ടു ദി ഔട്ട്സൈഡ്. കോശത്തിൽ നിന്നുള്ള നീളം കൂടിയ ഒരു തന്തുക്കളാണ് കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആക്സോണൈറ്റ്, branch of axon, carries impulse to the synaptic knob. ആക്സോണിൻ്റെ ശാഖകൾ ആവേഗങ്ങൾ സിനാപ്റ്റിക് സ്നോബിൽ എത്തിക്കുകയും ചെയ്യുന്നു. ആക്സോൺ മോസ്റ്റ് ന്യൂറോൺ ദ റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ബൈ ദി മൈലിൻ. വാട്ട് ഇസ് എ ഫങ്ഷൻ ഓഫ് എ മൈലിൻ ഷീത്ത്? എന്താണ് മൈലിൻ ഷീത്തിൻ്റെ പ്രത്യേകതകൾ എന്ന്? നെർവീസ് ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. മൈലിൻ ഷീത്ത് ഈസ് എ നെർവ് ഫോംഡ് ഷോൺ സെൽസ്. മൈലിൻ nerve formed the brain and spinal cord. The specialized cell is called oligodendrocyte. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയൊരു കോശ ഭാഗമാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്. വാട്ട് ഈസ് എ ഫോർമേഷൻ ഓഫ് ദിസ് എ മൈലിൻ ഷീത്ത്? മൈലിൻ ഷീത്ത് എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യപ്പെടുന്നത്? ദ മേജർ ഫങ്ഷൻ ഓഫ് എ മൈലിൻ ഷീത്ത് ആർ പ്രൊവൈഡ് ന്യൂട്രിയൻ ആൻഡ് ഓക്സിജൻ ടു ദി ആക്സോൺ, അസോലേറ്റ് ഇംപ്ലസ്, act as an electrical insulator, protect axon from the external shock. അടുത്ത ഭാഗം ജനറേഷൻ, ട്രാൻസ്മിഷൻ ഓഫ് ഇംപ്ലസ്, സന്ദേശങ്ങൾ രൂപപ്പെടുന്നത്. ദ നെർവസ് സിസ്റ്റം മാനേജ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ത്രൂ ദി ഇംപ്ലസ്. നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണവും ഏകോപനവും സാധ്യമാകുന്ന ഒരു നാഡീ സന്ദേശങ്ങൾ വഴിയാണ്. The outer surface of a plasma membranes of this neuron is positively charged and inner surface is negative charge. അതായത് ഉദ്ദീപിക്കപ്പെടുമ്പോൾ പ്ലാസ്മയിൽ ഉണ്ടാകുന്ന സന്തുലനാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അത് പുറമേ ഭാഗങ്ങളിൽ പോസിറ്റീവ് ചാർജും പ്ലാസ്മ സ്തരത്തിനുള്ളിൽ നെഗറ്റീവ് ചാർജുമാണ് ലഭ്യമാകുന്നത്. ഫങ്ഷൻ ഓഫ് എ സിനാപ്സ്. എന്താണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്ന്? Synapse is a junction between two neuron or neuron and muscle cells, neuron and glandular cells. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശങ്ങളും തമ്മിലോ നാഡീകോശവും ഗ്രന്ഥികോശവും തമ്മിലോ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെയാണ് സിനാപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. When electrical impulse from the axon reach the synaptic knob, certain chemical substances are secreted from the synaptic cleft and chemical substances are called neuron transmitter. They stimulate adjacent neuron. The new electrical impulse is generated. Acetylcholine and dopamine
ദ ടു എക്സാമ്പിൾസ് ഓഫ് എ ന്യൂറോൺ ട്രാൻസ്മിറ്റർ. ഉദ്ദീപനത്തിൻ്റെ ഫലമായി രൂപപ്പെടുന്ന വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് സ്നോബിൽ എത്തുമ്പോൾ അവിടെ നിന്നും ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവയെയാണ് നാഡീപ്രേഷകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവ സിനാപ്റ്റിക്സ് വിടവിലേക്ക് സ്രവിക്കപ്പെടുന്ന ഈ സ്രവം അതായത് തൊട്ടടുത്ത ന്യൂറോണുകളെ ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിക്കുകയും പുതിയ വൈദ്യുതാവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അസറ്റോകോളിൻ, ഡോപ്പമീൻ എന്നിവ നാഡീപ്രേഷകങ്ങൾക്ക് 2 ഉദാഹരണങ്ങളാണ്. വാട്ട് ഈസ് ഫങ്ഷൻസ് ഓഫ് ദി നെർവ്? എന്താണ് നാഡികൾ എന്ന് പറഞ്ഞാൽ? ദ നെർവ് ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ഓർ നെർവ് ഫൈബർ. ആക്സോണുകളുടെ കൂട്ടത്തെയാണ് നാഡികൾ അല്ലെങ്കിൽ സംയോജകലകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നെർവ് ക്ലാസിഫൈഡ് ഇൻ ടു 3: സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സഡ് നെർവ്. സെൻസറി നെർവ് എന്താണ്? സംവേദനാഡികൾ, സമ്മിശ്രനാഡികൾ, പ്രേരണനാഡികൾ. സെൻസറി നെർവ് ആർ carries impulses from various parts of the body to brain and spinal cord. സംവേദനാഡി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങളെ സ്വീകരിക്കുകയും മസ്തിഷ്കത്തിലേക്കും സുഷ്മിനിയിലേക്കും കൊണ്ടെത്തിക്കുന്നു. മോട്ടോർ നെർവ് carries impulses from the brain and spinal cord, various parts of the body. പ്രേരകനാഡി തലച്ചോറ്, സുഷ്മിന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇനി മിക്സഡ് നെർവ് carries impulses and form brain and spinal cord. തലച്ചോറ്, സുഷ്മിന എന്നിവയിലേക്ക് തിരിച്ച് സന്ദേശങ്ങളുടെ ഒരു വിനിമയം സാധ്യമാക്കുകയും ചെയ്യുന്നു. ഇനി നെർവ് സിസ്റ്റം. നെർവ് സിസ്റ്റം കൺസിസ്റ്റ് 2 parts, namely the central nervous system and peripheral nervous system. Central nervous system, brain and spinal cord. നാഡീവ്യവസ്ഥയെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. പെരിഫറൽ നെർവസ് സിസ്റ്റം, കാർണിയൽ നെർവ് ആൻഡ് സ്പൈനൽ നെർവ്. കാർണിയൽ നെർവ് ഈസ് എ 12 pair, spinal nerve is a 31 pair. The nervous system, brain the important part. The important part brain. What are the part of the brain functions? Brain is a central part of nervous system. Brain protect the inside the skull. It the covered by the meninges, the 3 layer of membrane, the cerebrospinal fluid within a inner membrane, meninges and ventricle to the brain. നാഡീവ്യവസ്ഥയിലെ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാന ഭാഗമാണ് മസ്തിഷ്കം. കാഠിന്യമേറിയ തലയോട്ടിക്കുള്ളിലാണ് ഈ മസ്തിഷ്കം സംഭരിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ മെനിഞ്ചസ് എന്ന 3 സ്തരപാളിയുള്ള ആവരണങ്ങൾ, മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾ മസ്തിഷ്കത്തിൻ്റെ അറകളിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയാണ് എന്ന്. ഇനി വാട്ട് ആർ ദ മെയിൻ പാർട്ട് ഓഫ് ദി ബ്രെയിൻ? സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. സെറിബം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് എന്ന 5 പ്രധാന ഭാഗങ്ങളാണ് ബ്രെയിനിനുള്ളത്. Cerebrum, the largest part of the brain. Numerous fissures and folder are seen. The grey color outer part of cerebrum is called cortex. White color is a inner part is medulla. The center of thought, intelligent memory and imagination, evoke sensations and control voluntary movements. Cerebrum മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. സെറിബ്രം ധാരാളം ചുളിവുകളും അടക്കുകളും കാണപ്പെടുന്നു. ബാഹ്യമായ കോർട്ടെക്സിൽ ഗ്രേ മാറ്ററും ആന്തരികമായ മെഡുലയിൽ വൈറ്റ് മാറ്ററുമാണ് കാണപ്പെടുന്നത്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന തുടങ്ങിയവയുടെ ഒരു കേന്ദ്രമാണ്. കൂടാതെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ്. സെറിബെല്ലം, ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. സീൻ ബിഹൈൻഡ് ദി സെറിബ്രം 2 flaps. Fissures and grooves are present. Coordinate muscular activities and maintain equilibrium of this body. ഇനി മസ്തിഷ്കത്തിൻ്റെ 2ാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്നു. ചുളിവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലനനില പാലിക്കുകയാണ് ചെയ്യുന്നത്.
medulla oblongata, the rod shape medulla oblongata seen below the cerebrum, located near cerebellum. Control involuntary action like heartbeat and breathing. മെഡുല ഒബ്ലോംഗേറ്റ സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോടു കൂടി ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. തലാമസ്, ദ സിറ്റുവേറ്റഡ് ബിലോ ഓഫ് എ സെറിബ്രം, ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇംപൾസ് ആൻഡ് ദ ഫ്രം ദി സെറിബ്രം. Analyze the impulse from the various parts of the body, send the important one of the cerebrum. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബെല്ലത്തേക്കും ആവശ്യമുള്ള ആവേഗങ്ങളെ പുനഃസംപ്രേഷണം ചെയ്യുന്നു. ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രധാനപ്പെട്ടവയെ സെറിബ്രത്തിലേക്ക് ഹൈപ്പോതലാമസ്, സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ഓഫ് തലാമസ്, പ്ലേ എ മേജർ റോൾ ഇൻ മെയിൻ്റെനൻസ് ഓഫ് എ ഹോമിയോസ്റ്റാറ്റിസ്. തലാമസിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗം ആന്തരസമസ്ഥിതി പരിപാലിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കൺവീനിയൻസ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിനിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആൻഡ് നെസസറി വിയർ ദ ഹെൽമെറ്റ് വൈൽ റൈഡിങ് ദ ടു വീലേഴ്സ്. എന്തുകൊണ്ടാണ് ടു വീലർ യാത്രയിൽ ഹെൽമെറ്റ് ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? പ്രൊട്ടക്റ്റ് അവർ ബ്രെയിൻ, നമ്മുടെ ബ്രെയിനെ സംരക്ഷിക്കുക. നെക്സ്റ്റ് അടുത്തൊരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് സ്പൈനൽ കോഡ്, സുഷ്മിന. ദ സ്പൈനൽ കോഡ് ഈസ് the continuation medulla oblongata. The spinal cord protect inside the vertebral column like a brain. The spinal cord is also covered by meninges. Central canal seen in central spinal cord filled with cerebrospinal fluid. The spinal cord white matter seen outside, grey matter seen in inside. സുഷ്മിന നട്ടലിനുള്ളിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. മെഡുല ഒബ്ലോംഗാറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സുഷ്മിന. മസ്തിഷ്കത്തെ പോലെ സുഷ്മിനയെയും മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സുഷ്മിനയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. സുഷ്മിനയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്നൊരു ചാൽഭാഗമുണ്ട്. അവിടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ദ്രവം നിറഞ്ഞിരിക്കുന്നു. There are 31 pair of spinal nerve, the arising from this spinal cord. A dorsal root and ventral root join from the spinal nerve. Sensory impulse reach the spinal cord through the dorsal root and motor impulse go out of the spinal cord through the ventral root. Impulse from the different part of the body and transmitted to the from brain and the spinal cord. സുഷ്മിന ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ സുഷ്മിനയെയും ഡോൾസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നീ ശാഖകൾ വഴിയുമായി സുഷ്മിന ബന്ധിപ്പിച്ചിരിക്കുന്നു. സംവേദ ആവേഗങ്ങൾ ഡോൾസൽ റൂട്ടിലൂടെ സുഷ്മിനയിൽ പ്രവേശിക്കുകയും പ്രേരക ആവേഗങ്ങൾ സുഷ്മിനയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് സെൻട്രൽ റൂട്ട്, അതായത് വെൻട്രൽ റൂട്ട് വഴിയാണ് എന്നും. ഇനി ആകസ്മികമായി ശരീരത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളെയാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ ആക്സിഡൻ്റൽ ഇൻവോളണ്ടറി റെസ്പോൺസ് ടുവേഴ്സ് സ്റ്റിമുലസ് ഈസ് കോൾഡ് റിഫ്ലെക്സ് ആക്ഷൻ. ശരീരത്തിലുണ്ടാകുന്ന ഇച്ഛാനുസരണ ഉദ്ദീപനങ്ങൾക്ക് ആകസ്മികമായി സംഭവിക്കുന്ന ഒരു പ്രതികരണമാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ. റെസ്പെക്റ്റേഴ്സ് ജനറേറ്റ് ദ ഇംപ്ലസസ്. Sensory neuron carries impulse to the spinal cord. Interneuron, the neuron connect the sensory neuron and motor neuron, generate the quick response according to the sensory reflex. Motor neuron, the carries information from the spinal cord to the related to the muscles. Withdraw hand with by the actions of this muscle. ആവേഗങ്ങൾ രൂപപ്പെടുന്നൊരു പ്രധാന ഭാഗമാണ്. ആ ആവേഗങ്ങളെ സുഷ്മിനയിൽ എത്തിക്കുന്നു. മാത്രമല്ല സംവേദനാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം അതായത് ആവേഗങ്ങൾക്ക് അനുസരണമായി നിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നു. മോട്ടോർ ന്യൂറോൺ ക്യാരീസ് ഇൻഫർമേഷൻ ഫ്രം ദി സ്പൈനൽ കോഡ് റിലേറ്റഡ് ടു ദി മസിൽസ്. സുഷ്മിനയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ ബന്ധപ്പെട്ട പേശികളിലേക്ക് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഭാഗം.
വിഡ്രോ ദി ഹാൻഡ് ബൈ ദി ആക്ഷൻസ് ഓഫ് ദിസ് മസിൽസ്. ബന്ധപ്പെട്ട പേശികളുടെ പ്രവർത്തനത്താൽ കൈ പെട്ടെന്ന് വലിക്കുന്നു. ദിസ് റിഫ്ലെക്സ് ആക്ഷൻ activities as the sympathetic system and parasympathetic system, nervous system and its disorders. A healthy nervous system, a basic normal body activities, nerve may be cause a serious health problem. These diseases like Alzheimer, Parkinson diseases and epilepsy. Alzheimer diseases, what is the important causes? Accumulation of an insoluble proteins in the tissues of the brain, neuron get destroyed. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുന്നു. വാട്ട് ആർ ദ മെയിൻ സിംറ്റം ഓഫ് ദിസ് ഡിസീസസ്? ദ ലോസ് ഓഫ് മെമ്മറി, ഇൻഎബിലിറ്റി ഓഫ് റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ഇൻഎബിലിറ്റി ടു റൂട്ട് ദ വർക്ക്സ്. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. മോഹൻലാൽ എന്ന മഹാനടൻ ഈ അൾഷൈമർ ഡിസീസസ് എങ്ങനെയാണെന്ന് വ്യക്തമായി തന്മാത്ര എന്ന സിനിമയിലൂടെ അവതരിപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഡിസീസസ് ആണ് പാർക്കിൻസൺ ഡിസീസസ്. എന്താണ് പാർക്കിൻസൺ ഡിസീസസ്? ഡിസ്ട്രക്ഷൻ ഓഫ് എ സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദി ബ്രെയിൻ, ദ പ്രൊഡക്ഷൻ ഓഫ് എ ഡോപ്പമിൻ ന്യൂറോൺ ട്രാൻസ്മിറ്റർ ഇൻ ബ്രെയിൻ ഗെറ്റ് റെഡ്യൂസ്ഡ്. മസ്തിഷ്കത്തിൽ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം തലച്ചോറിൻ്റെ ഡോപ്പമിൻ എന്ന നാഡീപ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. വാട്ട് ഈസ് സിംറ്റം ഓഫ് ദിസ് ഡിസീസസ്? ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് എ മസിൽസ്, ഷിവറിങ് ഓഫ് ദിസ് ബോഡി, പ്രൊഫ്യൂസ് ഓഫ് സലൈവേഷൻ. ശരീര തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിൻ്റെ വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക. അടുത്ത ഡിസീസസ് ആണ് എപ്പിലെപ്സി, ദ അപസ്മാരം, കണ്ടിന്യൂഷൻ ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് എ ഇലക്ട്രിക്കൽ ചാർജ് ഇൻ ദി ബ്രെയിൻ. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായി വരുന്ന വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ദ സിംറ്റം ഓഫ് ഡിസീസസ്, അതിൻ്റെ ലക്ഷണമാണ് എപ്പിലെപ്പി ഡ്യൂ ടു ദി കണ്ടിന്യൂഷൻ മസ്കുലർ കോൺട്രാക്ഷൻസ് ആൻഡ് ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദിസ് മൗത്ത്, ക്ലിഞ്ചിങ് ഓഫ് ടീത്ത്, ഫ്ലോ വിച്ച് ദി ആൻഡ് പേഷ്യൻ്റ് ഫോൾ അൺകോൺഷ്യസ്. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായുവിൽ നിന്ന് നുരയും പതിയും വരിക, പല്ല് അതായത് കടിച്ചു പിടിക്കുക തുടർന്ന രോഗലക്ഷണങ്ങൾ ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അല്ലെങ്കിൽ പ്രധാന ലക്ഷണമാണ് എന്ന്. ഇതോടുകൂടി ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ബൈ.